അങ്ങനെ ഡോക്ടർമാർക്ക് ശേഷം നഴ്സുമാരും സമരരംഗത്തിറങ്ങി. അടിസ്ഥാന ശമ്പളം 40,000 ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സമരമുറ നാം കണ്ടുകഴിഞ്ഞു. ഇന്നുവരെ ഒരു അവകാശങ്ങൾക്ക് വേണ്ടിയോ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ ശമ്പള വർധനവിന് വേണ്ടിയോ ഒരിക്കൽ പോലും സമരരംഗത്തിറങ്ങിയിട്ടില്ലാത്തൊരു വിഭാഗം ഉസ്താദുമാർ മാത്രമാണ്. അവർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ളൊരു ഖിദ്മത്തായി ഈ അധ്യാപനത്തെ കാണുന്നു, പള്ളിയിലെ സേവനങ്ങളെ കാണുന്നു. അവരുടെ ജീവിതം പള്ളി മെഹ്റാബുകളിലും മിനാരങ്ങളിലും കുറുകി അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഏതായാലും ആരോടും പരിഭവമില്ല, പരാതിയില്ല, യാതൊരു വിധ വിമ്മിഷ്ടവുമില്ലാതെ അവരങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസ്താദുമാരുടെ കാര്യത്തിൽ നമ്മുടെ സമുദായത്തിലെ മാനേജ്മെൻറ്റുകളോട്, സമുദായത്തോട് മുഴുവനും ഒരു കാര്യം പറയാനുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു മാസമങ്ങ് തീർന്നു പോകുമ്പോൾ വെറും 4 ദിവസം മാത്രമാണ് അവർക്കവരുടെ കുടുംബത്തോടൊപ്പം കഴിയാൻ സാധിക്കുന്നത്. ഭാര്യമക്കളോടൊത്ത്, മാതാപിതാക്കളോടൊത്ത്, സഹോദര സഹോദരിമാരോടൊത്ത് അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഒരു രാത്രി ഉറങ്ങണമെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ വെറും 4 ദിവസം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. ആഴ്ചയിൽ ഒരു ലീവ്. 30 ദിവസം കഴിയുമ്പോൾ 26 ദിവസവും നമ്മുടെ മഹലിലെ പള്ളി മെഹ്റാബുകളിലും പള്ളി മിനാരങ്ങളിലും അവരുടെ ജീവിതം കുറുകിത്തീരുകയാണ്. ബാക്കി 4 ദിവസം മാത്രമാണ് അവർക്ക് കുടുംബത്തോടൊപ്പം കഴിയാനാകുന്നത്. അതുകൊണ്ട് അവർക്ക് ലീവെങ്കിലും ഒന്ന് വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. ആഴ്ചയിൽ 2 ലീവെങ്കിലും ഓരോ പള്ളിയിലെ ഉസ്താദുമാർക്കും മുഅദ്ദിനും ഇമാമിനും നൽകിയിരിക്കണം എന്നതാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവരിൽ ഒരുപാട് യുവാക്കന്മാരുണ്ടാകും, അതുപോലെ രോഗികളുണ്ടാകും, പ്രായമായവരുണ്ടാകും, അങ്ങനെ പലരും ഉണ്ടാവില്ലേ. അവർക്ക് അവരുടെ കുടുംബത്തിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കഴിയാനുള്ളൊരവസരം നാം ഒരുക്കി കൊടുക്കണം. അതുപോലെ വർഷത്തിൽ മടങ്ങി വരുന്ന ലീവുകളുണ്ടാകും. ആ ലീവുകൾ പൂർണ്ണമായും അനുഭവിക്കാൻ, അനുവദിച്ചു കൊടുക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാവേണ്ടതുണ്ട്. പെരുന്നാൾ വരുന്നുണ്ട്. പെരുന്നാൾ വന്നാൽ 6 ദിവസത്തെ 6 നോൽമ്പെന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. ഈ 6 ദിവസവും അവർക്ക് നാം ലീവ് അനുവദിച്ചു കൊടുക്കണം. പല മാനേജ്മെൻറ്റിൻ്റെ ആളുകളും പെരുന്നാൾ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ മുഅദ്ദിൻ ളുഹറിന് പള്ളിയിലേക്ക് എത്തിക്കൊള്ളണം എന്ന് ഓർഡർ ചെയ്യാറുണ്ട്. ഇമാമിന് 2ാമത്തെ ദിവസം വരൽ നിർബന്ധമാവും. ഇങ്ങനെ പള്ളിയിൽ താമസിക്കുന്ന, അവിടെ സേവനം ചെയ്യുന്ന പള്ളി ജീവനക്കാരായ മുഅദ്ദിന്മാർക്കും ഇമാമുമാർക്കും വർഷത്തിൽ ലഭിക്കുന്ന ഈ 6 ദിവസത്തെ ലീവ് പോലും അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്, വേദനാജനകമാണ്. അതിനാൽ 6 ദിവസത്തെ ലീവും അവർക്ക് നാം അനുവദിച്ചു കൊടുക്കുക. ബലി പെരുന്നാൾ വരുമ്പോൾ ആ സമയത്തൊരു 4 ദിവസത്തെ ലീവ് ഉണ്ടാവാറുണ്ട്. ആ 4 ലീവും നാം അനുവദിച്ചു കൊടുക്കണം. എങ്കിൽ അവർക്ക് നല്ലൊരു സന്തോഷമാവും. ആ ദിവസങ്ങളിൽ നമ്മുടെ പള്ളിയിലെ കാര്യങ്ങൾ നോക്കാൻ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരിൽപ്പെട്ട ആരെങ്കിലുമോ, ആരും യോഗ്യരായിട്ടില്ലെങ്കിൽ യോഗ്യരായ ഏതെങ്കിലും ആളുകൾ നാട്ടിലുണ്ടാകും. അവരെ പിടിച്ചിട്ട് ആ കാര്യം ഏൽപ്പിച്ച് ഉസ്താദുമാർക്ക് ആ ഷവ്വാലിലെ 6 ദിവസവും ദുൽഹിജ്ജയിലെ 4 ദിവസവും വർഷത്തിൽ വരുന്ന ലീവെങ്കിലും അനുവദിച്ചു കൊടുത്തുകൊണ്ട് ദയ കാണിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം.